ഇന്ന് തിരക്കുമല്ലോ ഉണ്ടോ? തിരക്കൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് സഹായങ്ങൾ വേണ്ടി വരും. എന്നാ കാര്യം എന്നാ പറ. കാര്യം വെച്ചാൽ എന്താണ് സഹായമെന്ന് നോക്കി ഇപ്പം പറയാൻ പറ്റില്ല. ഒരു 11-11:30 കൂടി നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും. എന്തൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സഹായം ചെയ്യേണ്ടത്. സാഹചര്യത്തിനനുസരിച്ച് പവിത്ര ഒന്ന് ജസ്റ്റ് ഇടപെട്ടാൽ മതി. അല്ലെ, സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സഹായം എന്നാണെന്ന് പറ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു തർക്കത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥം വഹിക്കേണ്ടി വരും. ചിലപ്പോൾ റെഫറി ആകേണ്ടി വരും. ചിലപ്പോൾ തല്ലി ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അഥവാ മരണമാണ് നടക്കുന്നതെങ്കിൽ പിന്നെ പവിത്രന് തിരക്കായിരിക്കും. പോലീസ് കേസ്, മോർച്ചറി, ആംബുലൻസ്, പോസ്റ്റ്മോർട്ടം, അങ്ങനെ ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ അല്ലേ? പക്ഷെ എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ മനുഷ്യനെ കളിയാക്കാത്ത കാര്യം എന്നാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. സിമ്പിളാണ്. നമ്മുടെ ഈ വീടിന്റെ ഹൗസ് ഓണർ ലംബോദരൻ മാഷ് അവർകൾ ഇന്ന് 11 മണിയാകുമ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 11 മണിക്ക് മുന്നേ ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അൾട്ടിമേറ്റം തന്നിട്ട് പോയിരിക്കുക. അത് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. ഈ വീടും പരിസരവും വൃത്തിയാക്കാൻ എന്നാ സമയം? അങ്ങനെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. പക്ഷെ ആലിസ് തയ്യാറല്ല. ആലിസ് പറയുന്നത് വാടകയ്ക്ക് വീടെടുത്ത് കൃത്യമായി വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടുടമസ്ഥന് ഇവിടെ വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് എന്നാണ് അവളുടെ ശാസ്ത്രം. ഓഹോ, ചുരുക്കം പറഞ്ഞാൽ 11 മണിയൊക്കെ ആകാൻ നേരത്തെ ലംബോദരൻ മാഷ് ഇവിടെ വരും തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് ആലീസ് കയറി തടയുന്നു. ആദ്യം വാക്ക് തർക്കം, പിന്നെ കയ്യാങ്കളി. ഇതല്ലേ ഉദ്ദേശിച്ചത്? ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. അങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റില്ല. പരിഹാരം പറഞ്ഞിട്ട് പോകുന്നേ. ഇതിനിപ്പോ ഞാൻ എന്നാ പറയാനാന്ന് പറയാം. ഒന്ന് ആലോചിക്ക്. ഞാനും ആലോചിക്കാം. പരിഹാരം കിട്ടിയോ? ഇല്ല, എനിക്കും കിട്ടിയില്ല. എന്റെ മാഷ് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരുമെന്നേ. ഇതിപ്പോ ഒരു കാട്ടാന മത വിളങ്ങി വന്നാൽ അതിനെ തടയാൻ നമുക്ക് എളുപ്പമാണ്. ഇതിപ്പോ ആലീസ് അടഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെ തടയും? അല്ല, ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ലംബോദരൻ മാഷിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി വരെ ആ വടി വെച്ച് പുള്ളിക്കിട്ടടി. അങ്ങനെ പറഞ്ഞു കൊടുക്കും പവിത്ര. അയാളെ പരിചയമുള്ള സകലമാന ആളുകളും പറയും അയാൾക്ക് ഒരു അടിയുടെ കുറവുണ്ടെന്ന്. പക്ഷെ ഇച്ചാന് മാത്രം അങ്ങേരോട് മുടിഞ്ഞ പ്രേമം. എനിക്കൊരു പ്രേമവും ഇല്ല. നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ നമ്മൾ തല്ലുവോ? ഇനി ഈ ലോകത്ത് പലതരം ആൾക്കാരെ കാണും. എല്ലാവരെയും സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാവരും ഇടപെടണമെന്നൊന്നുമില്ല. സഹിഷ്ണുത വേണം. സഹിഷ്ണുത വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതന്നെ പവിത്ര, വാടക കൃത്യമായിട്ട് എണ്ണി കൊടുത്തിട്ടല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. പിന്നെ എന്തിനാ അയാൾ കൂടെ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നത്? എനിക്ക് വേണ്ടിയാണോ അതെ എനിക്ക് വേണ്ടിയാണോ? ന്യായം കണ്ടതാണ്ട് ഞാൻ ചോദിച്ചു. പവിത്രന് അറിയാവുന്ന വക്കീലന്മാർ വല്ലവരും ഉണ്ടോ? കേസ് വല്ലതും കൊടുക്കാനോ? എനിക്കൊരു ജാമ്യം എടുത്തു വെക്കാനാ. അതിനതിന് ഇന്ന് മിക്കവാറും ഞാൻ അയാളെ തട്ടു. കണ്ട ഇതാണ് സ്വഭാവം. എന്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കാം. സാർ ഇന്ന് ഹോസ്പിറ്റലിൽ പോകും. റെഡിയാകും. ചെല്ലിപ്പോ. ആലീസിന് ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാന്ന്. ചെല്ലെന്നേ. പോ, ചെല്ല്. എന്നെ വെറുതെ സോപ്പിടാൻ നിൽക്കരുത്. അയാൾ ഇന്ന് വന്നാൽ ഞാൻ 2 പറഞ്ഞിരിക്കും. എന്റെ ആലീസെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എടുത്തു ചാടാൻ എല്ലാത്തിനും എളുപ്പമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധി ഉപയോഗിക്കണം. എന്ത്? അതും ഈ ലംബോദരൻ മാഷിനെ പോലുള്ള ഒരാളെ മെരുക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം. ബുദ്ധി. അയ്യോ, എനിക്ക് അയാളെ മെരുക്കണ്ട. എന്റെ ആലീസെ, ഈ ലംബോദരൻ മാഷിനെ ഒടിച്ചു മടക്കി കൂടെ കൊണ്ടു നടന്നാൽ ഗുണം പലതുണ്ടെന്ന്. എന്ത് ഗുണം? ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചെറിയ വാടകയ്ക്ക് ഇതുപോലൊരു വലിയ വീട് ഈ പഞ്ചായത്ത് കിട്ടുമല്ല. 2, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഓടി വരാൻ ഓമനക്കുട്ടനും സുലോചനയും ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഇവരെയൊക്കെ പിണക്കി ചിറക്കി പോവുക എന്ന് പറയുന്നത്? എന്നാലും സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ പവിത്ര? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യം ചെയ്യണമെന്ന്. ഈ ഭാവിയിൽ ഒരു തരത്തിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിനെ ഒടിച്ചു മടക്കി നമ്മളൊരു കുപ്പിയിൽ അങ്ങ് ആക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഈ ലംബോദരൻ മാഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ശുദ്ധന. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നതാണല്ലോ പ്രമാണം. ഒന്ന് സോപ്പിട്ട് നിർത്തിയാൽ ഈ പുള്ളി കൂടെ അങ്ങ് നിന്നോളൂ. അതെങ്ങനെയാ പവിത്ര? എന്റെ ആലീസ്, ഈ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും പുള്ളിയെ ബഹുമാനിക്കുന്നില്ലെന്നുള്ളതാണ് പുള്ളിയുടെ ശരിക്കുള്ള പ്രശ്നം. സത്യം പറഞ്ഞ ആലീസ് ഒന്ന് സോപ്പിട്ട് ബഹുമാനിച്ചൊന്ന് കൂടെ നിർത്തിയാൽ പുള്ളി അവിടെ അങ്ങ് നിന്നോളും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ പുള്ളി ചങ്ക് പറിച്ചു തരും. പിന്നെ സ്വന്തം മകൾ സുലോചനയെക്കാട്ടിലും ഇഷ്ടമായിരിക്കും ആലീസിനോട്. ആലോചിച്ച് നോക്ക്. ഒരു യുദ്ധത്തിനേക്കാൾ നല്ലതല്ലേ സമാധാനം?
ഇല്ലേന്ന്? അല്ല ഇതാരും ലംബോദരം മാഷ? ഇത്രയും അത്ഭുതപ്പെടണ്ട. 11 മണിക്ക് ഞാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ മാഷിനെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. അതിനു മുമ്പ് 3 കാര്യങ്ങൾ. പലതവണ ഞാൻ ആവർത്തിച്ചിട്ടും നിങ്ങൾ നടപ്പിലാക്കാത്ത 3 കാര്യങ്ങൾ. 1, പുറത്തെ ഗേറ്റ് ഇങ്ങനെ തുറന്നിരുന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടില്ല. 2, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. 3, ഈ വാതിൽ ഇങ്ങനെ മലർക്ക തുറന്നിരുന്ന് പലവട്ടം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ മാഷെ, മാഷ് ഇങ്ങനെ ചൂടാവല്ലേ. സത്യം എടുത്തേ മുറ്റം വൃത്തിയാക്കാൻ പോവായിരുന്നു. ദേ ചൂല്. ഒരാൾ വീട്ടിൽ കയറി വരുമ്പോ ചൂലുമായിട്ടാണോ സ്വീകരിക്കുന്നത്? വലിയ താമസിയാതെ ഈ ചൂല് കൊണ്ട് 2 എണ്ണം താ വാങ്ങിക്കും. സോറി മാഷെ, മാഷിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അന്യ വീടുകളിൽ നിന്നും ഞാനൊന്നും കഴിക്കില്ല. മാഷ് ഇതൊരു അന്യ വീടായിട്ട് കാണുന്നതാ പ്രശ്നം. എനിക്ക് മാഷ് അന്യനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ദേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കില്ലേ മാഷിനെ കാണുമ്പോ എന്റെ അപ്പച്ചനെ ഓർമ്മ വരും. പിന്നെ എന്റെ അപ്പച്ചൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, മൊട്ടത്തലയിൽ. മാഷെ, കുഞ്ഞുനാളിലുണ്ടല്ലോ അപ്പച്ചൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കത്തില്ല. അപ്പൊ അപ്പച്ചൻ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവേ. ദേഷ്യപ്പെടുമ്പോ എന്റെ അപ്പച്ചനെ കാണാൻ എന്തൊരു സുന്ദരനാന്നറിയോ. ദേ മാഷില്ലേ ദേഷ്യപ്പെടുമ്പോ ഭയങ്കര സുന്ദരനാ. അത് കാണാൻ വേണ്ടിട്ടാ മാഷ് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഗേറ്റ് ഒക്കെ ഇങ്ങനെ തുറന്നിടുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്നിട്ടാൽ നാട്ടിലെ പൂച്ചകളും നായ്ക്കളും അകത്ത് കയറില്ലേ? അതടഞ്ഞു തന്നെ കിടക്കട്ടെ. ഇനി അങ്ങനെ ശ്രദ്ധിച്ചോളാം മാഷെ. ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഇച്ചാനോട് പറഞ്ഞതേ ഉള്ളൂ, ലംബോദരൻ മാഷിനെ പോലെ കഴിവ് സാമർഥ്യമുള്ള ആരെങ്കിലും ഈ നാട്ടിലുണ്ടോന്ന്. ഓ പോരാഞ്ഞിട്ട് മാഷ് എന്തുമാത്രം സ്വത്താ സമ്പാദിച്ചേക്കുന്നത്. 2 വീടും. 2 അല്ല 4 ഉണ്ട്. ആണോ? 1 ഇത്, 1 സുലോചന താമസിക്കുന്ന വീട്, 1 എന്റെ തറവാട് വീട്, മറ്റൊന്നുകൂടി ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓ മാഷിനെ സമ്മതിക്കണം. മാഷിന് ഒരു കാര്യം അറിയോ, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടേ എന്തൊരു സമാധാനാന്നറിയോ. മുമ്പ് ഞങ്ങള് താമസിച്ച വീടില്ലേ, എന്റെ പൊന്നു മാഷേ, ആ വീട്ടിൽ കേറിയപ്പോ തൊട്ട് ഞാനും ഇച്ചാനും തമ്മിൽ പൊരിഞ്ഞ വഴക്ക. ആ വീടിന്റെ ദോഷമാന്നേ, ചില വീട് അങ്ങനാ. പലരും അത് പറയാറുണ്ട്. പക്ഷെ ഈ വീടിന്റെ ഐശ്വര്യം പറയാതിരിക്കാനേ വയ്യ. സത്യത്തിൽ അത് മാഷിന്റെ ഐശ്വര്യവാ. അതുകൊണ്ട് ഞാൻ മാഷിന് വേണ്ടിട്ട് ദിവസവും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ മുട്ടത്തലേന്റെ തലയിൽ ഇടുത്തി വീഴണേന്ന്. എന്നാൽ ഞാനൊരു സത്യം അങ്ങോട്ട് പറയട്ടെ. പറഞ്ഞ മാഷേ. ആലീസിനെ കണ്ടപ്പോ മുതൽ എനിക്ക് തോന്നിയത് നീ ഒരു അഹങ്കാരി ആയിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോ ആ ധാരണ എനിക്ക് മാറി. ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ മാഷേ, ഒരു ചായ എടുക്കട്ടെ? വേണ്ടാന്ന് പറയരുത്, എന്റെ കുറെ നാളത്തെ ആഗ്രഹമാ. ഇനിയിപ്പോ ആഗ്രഹം നടന്നില്ല എന്ന് വേണ്ട, ഒരു കാര്യം ചെയ്യൂ, ഒരു ചായ എടുത്തോളൂ, കടുപ്പം കൂട്ടി മധുരം കുറച്ച്. ഇപ്പൊ എടുക്കാം മാഷേ, ഇരിക്കും. കഷ്ടം, എന്ത് നല്ല കുട്ടി, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇത് പവിത്രം പറഞ്ഞ പോലെ തന്നെ ഇയാൾ ഇത്രക്ക് പാവമായിരുന്ന. അയ്യോ പോയാ. അയ്യോ മാഷേ, മാഷ് എന്തായി ചെയ്യുന്നത്? അല്ല, ചായ എടുക്കുന്നവരെ സമയമുണ്ടല്ലോ, അതുവരെ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി. അതൊക്കെ അവിടെ ഇട്ടിട്ട് മാഷ് ഇങ്ങോട്ട് വന്നേ. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യാനും ഒന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും രാവിലെ കൊടയെടുത്ത് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറാൻ ഇറങ്ങിയിരിക്കുന്നത്. ചായ കുടിക്കും. ചായ
ആഹാ, നല്ല ചായ. ഇതുപോലൊന്നും ചായ ഇടാൻ സുലോചനയ്ക്ക് അറിയില്ല. ഞാൻ അവളെ എപ്പോഴും വഴക്ക് പറയും. അവൾക്കാണെങ്കിൽ അവളുടെ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഈ സമയമുള്ളൂ. അവനാണെങ്കിലും ഒരു നിർഗുണ പരബ്രഹ്മവും. ഞാനും എപ്പോഴും ഓർക്കും മാഷെ, ഒരു ജോലി ഉള്ളതിന് പോവാതെ ലീവ് എടുത്തിട്ട് അമ്മായിയച്ഛന്റെ ചെലവിൽ ജീവിക്കാന്ന് പറഞ്ഞ ഷേ എന്തൊരു മോശമാണല്ലേ ഇതൊക്കെ. എന്ത് ചെയ്യാം, ചില ജന്മങ്ങൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്താ അത്? ദേ ഇത് കണ്ട, ഇതെന്താണ്? വേളാങ്കണ്ണിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന ചരടാ. ഓ, ഈ ചരട് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസവും പ്രശ്നവും നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിച്ചോ അത് നടന്നിരിക്കും. സത്യം. ഇതേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വേളാങ്കണ്ണിക്ക് പോയപ്പോ എന്റെ അപ്പച്ചന് വേണ്ടി വാങ്ങിച്ചതാ. ഇത് മാഷെടുത്തു. അല്ല, അപ്പൊ അപ്പച്ചനോട് എന്ത് പറയും? അപ്പച്ചൻ അങ്ങ് നാട്ടിലല്ലേ, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഈ നാട്ടിൽ എന്റെ അപ്പച്ചന്റെ സ്ഥാനത്ത് മാഷല്ലേ. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കാൻ ഞാൻ കെട്ടിത്തരാം. വേണ്ട, അതെങ്കിൽ തന്നോളൂ. ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്ന് സുലോചനെ കൊണ്ട് കെട്ടിച്ചോളാം. കണ്ട, അപ്പൊ മാഷിന് എന്നേലും വലുത് സുലോചന. അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ, സ്വന്തം മോളല്ലേ. അല്ല, ആലീസിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. നീട്ട് അല്ല, പിന്നെ നീട്ട് മാഷെ ഇങ്ങോട്ട്. ഇതോടുകൂടി മാഷിന്റെ എല്ലാ പ്രശ്നവും മാറും. ഇനി മാഷിന് വെച്ചടി കയറ്റുമായിരിക്കും. ഇപ്പൊ 4 വീടല്ലേ ഉള്ളത്, ഇനി അത് 8 ആകും 10 ആകും, നോക്കിക്കും. അതെനിക്കൊരു ബുദ്ധിമുട്ട് പോവും. ഇപ്പൊ ഉള്ള വീട് തന്നെ നോക്കി നടത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാമോ? ആ, മാത്രവുമല്ല പഴയതുപോലെ വാടകക്കാരെ കിട്ടാനുമില്ല. അതുകൊണ്ട് വീട് വെറുതെ ഇടേണ്ടി വരും. ആ, പിന്നെ കുഴപ്പമില്ല, വീടല്ലേ, അവിടെ വെറുതെ കിടന്നോളും. അതിന് ചോറൊന്നും കൊടുക്കണ്ടല്ലോ. മാഷിന്റെ ഒരു കോമഡി. എന്തായിരുന്നാലും ഇപ്പൊ ഇവിടെ വരാൻ തോന്നിയത് ഈശ്വരാനുഗ്രഹമാണ്. സത്യം. ഇനി ഇടക്കിടക്ക് ഞാൻ വരും. ഉറപ്പായിട്ട് വരണം. ഒരു മോൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ. അയ്യോ മാഷെ, ശരി. ശരി. അല്ല, എന്താ മാഷെ? മുറ്റം അടിച്ചു തീർന്നില്ല, ഞാൻ ബാക്കി കൂടി ചെയ്തിട്ട് പോട്ടെ. അയ്യോ വേണ്ട മാഷെ, അത് ഞാൻ ചെയ്തോ. ഓ ശരി എന്നാ. ശരി. ആ. അയ്യോ, ഇയാൾ ഇത്രക്കും പൊട്ടനായിരുന്ന. എന്തായാലും അടുത്ത കാലത്തൊന്നും ഇയാൾ ഇനി ഇങ്ങോട്ട് വരാൻ പോണില്ല.